കനത്ത ചൂടിൽ തണുപ്പകറ്റാൻ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പുമായി യുവകർഷകനായ വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ. റമദാൻ വിപണിയെ ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ചുട്ടുപൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ വിവിധതരം തണ്ണിമത്തനുകളുടെ പറുദീസ ഒരുക്കിയിരിക്കുകയാണ് യുവകർഷകനായ അലി അക്ബർ. റമദാൻ വിപണിയെ ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തനാണ് വിളവെടുത്തത്. 13 തരം തണ്ണിമത്തനുകൾക്ക് പുറമെ 3 ഇനം ഷമാമുകളും ജിർജീർ, കക്കരി, പൊട്ടുവെള്ളരി തുടങ്ങിയവയും അലിയുടെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിളയിച്ചെടുത്ത മധുരമൂറുന്ന തണ്ണിമത്തൻ ഇനമായ തായ് യെല്ലോ ആണ് ഇത്തവണത്തെ കൃഷിയിടത്തിലെ താരം. നമ്മളിവിടെ 13 ടൈപ്പ് തണ്ണിമത്തൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ടൈപ്പ് ഷമാമ് ചെയ്തിട്ടുണ്ട്, ജർജീർ ചെയ്തിട്ടുണ്ട്, കക്കരി ചെയ്തിട്ടുണ്ട്, പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു 10-20 വെറൈറ്റിൻ്റെ അടുത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. ചീര, അതുപോലെ തന്നെ ജർജീർ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ തണ്ണിമത്തലിൽ പ്രാവശ്യത്തെ പുതിയ വെറൈറ്റിയാണ് നമ്മൾ തായ് യെല്ലോ എന്നുള്ള സംഭവം വന്നിട്ടുള്ളത്. അത് പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് കുഴപ്പമില്ല, നല്ല സക്സസ് ആയിട്ടുണ്ട്. അത് മധുരത്തിൽ നല്ല മധുരമാണ്. പിന്നെ ഓറഞ്ച് മഞ്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ഒരു വെറൈറ്റിയിലാണ് ഓറഞ്ച് മഞ്ച്. പിന്നെ ഇത് മുക്കാസ പറഞ്ഞ വെറൈറ്റിയാണിത്. പിന്നെ കൃഷ്ണ എന്നുള്ള വെറൈറ്റി സാധാ തണ്ണിമത്തലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മധുരക്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ജന്നത്ത് പറഞ്ഞ വേറെ വെറൈറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ റൈഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ അനേകം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രാവശ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട്. സക്സസ് ആയിരുന്നു. അൽഹംദുലില്ലാഹ്, റാത്താണ്. പ്രാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടി. അതെ, ഇവിടെ വന്നാലും കിട്ടും, നമ്മളെ കോൺടാക്ട് ചെയ്താലും കിട്ടും. പിന്നെ കുളമംഗലത്തുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗോവിന്ദൻ ഡോക്ടർ ബാക്ക് സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ വിൽപ്പന നടത്തുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പൊട്ടിച്ച് പോകാൻ പറ്റും. രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് അക്ബർ നൂറുമേനി വിളവ് നേടിയത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. നമ്മുടെ കുളമംഗലത്തുള്ള പ്രിയ സുഹൃത്ത് യുവ കർഷകൻ അലിയുടെ ഏകദേശം 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 13 ഇനം തണ്ണിമത്തനാണ് ഇന്നിവിടെ എല്ലാവരുടെയും മഹൽ വ്യക്തിത്വം കൂടി സാന്നിധ്യത്തിൽ നമ്മൾ വിളവെടുത്തിരിക്കുന്നത്. 13 ഇനമുണ്ട്. സാധാരണ 1, 2, 3 ഇനങ്ങളാണ് സാധാരണ കർഷകർ തണ്ണിമത്തൻ കൃഷി ചെയ്യാറ്. ഇത് വിദേശ ഇനങ്ങളിൽ ഉൾപ്പെടെയുള്ള 13 ഇനം തണ്ണിമത്തന് ഇന്നിവിടെ മനോഹരമായിട്ട് കൃഷി ചെയ്യുകയും അത് പരിപാലിപ്പിച്ചുകൊണ്ട് നല്ല ആകർഷമായ രീതിയിൽ വിളവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രദേശത്തൊന്നും ഇത്തരം കൃഷി രീതികൾ ഉണ്ടായിരുന്നില്ല. കൃഷിഭവൻ ഓഫീസർ ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രിയപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒക്കെ ഇവിടെ സന്നിഹിതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഉത്സവമായിട്ട് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. റംസാൻ ആരംഭിക്കാനിരിക്കെ തണ്ണിമത്തന് ഏറ്റവും വലിയ ഡിമാൻഡുള്ള സമയമാണ്. തീർച്ചയായിട്ടും അലിയുടെ ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ പിന്തുണയും നൽകുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള മിക്ക ഔട്ട്ലെറ്റുകളിലും അലിയുടെ ഈ 13 ഇനങ്ങളിലുള്ള തണ്ണിമത്തൻ ഉണ്ടാകും. അതൊക്കെ വാങ്ങിയിട്ട് ഒരു കർഷകൻ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. IMA വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി. നമ്മുടെ പ്രദേശത്തുള്ള യുവ കർഷകൻ അലി അക്ബർ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ തണ്ണിമത്തൻ അതുപോലെ ഷമാമും കൃഷി ചെയ്തിരുന്നു. അദ്ദേഹം കാലങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ യുവാക്കൾ കൃഷിയിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നൊരു കാലഘട്ടത്തിൽ അലി അക്ബറിനെ പോലുള്ള യുവ കർഷകർ കൃഷിയിൽ നൂതനമായ സംഗതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തണ്ണിമത്തൻ 13 ഐറ്റം തണ്ണിമത്തൻ ഉണ്ട്. അതേപോലെ തന്നെ ഷമാം നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും നമ്മൾ മുമ്പൊന്നും ഇപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉണ്ടാക്കി ഇല്ലാത്ത കൃഷിയാണ് ഷമാം. അതേപോലെ തന്നെ ജർജിയിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു, ഇപ്രാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പരിചിതമല്ലാത്ത പ്രദേശ പരിചയമില്ലാത്ത കൃഷി ഇവിടെ കൊടുന്നിട്ടുള്ള ചുരുക്കം ചില കർഷകരിൽ ഒരാളാണ് അലി അക്ബർ. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കാരണം നമ്മളിങ്ങനെ ഇത് മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങി നമ്മൾ അതിന് പിന്നെ നോമ്പൊക്കെയാണ് വരുന്നത്. നമുക്ക് നാട്ടിലുണ്ടാക്കിയ അവരുടെ തണ്ണിമത്തൻ നമ്മൾ ചോദിച്ചു വാങ്ങുക, അങ്ങനെ കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് യുവ കർഷകർ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരാൻ അവരെ
കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. നാടൻ തണ്ണിമത്തിന് പുറമെയാണ് ഇത്തരത്തിൽ വിവിധ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ വിളയിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ നെല്ല്, വെണ്ട, ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിയിടത്തിൽ നിന്ന് ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാവുന്ന തരത്തിലാണ് തണ്ണിമത്തൻ വിപണി അലി ഒരുക്കിയിട്ടുള്ളത്. വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ മുജീബ് വാലാസി, റൂബി ഖാലിദ്, കൃഷി ഓഫീസർ ഫസീല, ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ, കൌൺസിലർമാർ എന്നിവർ വിവിധതരം തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് നടത്തി. അഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ ആഡംസ് വിളവെടുപ്പ് മഹോത്സവത്തിന് നേതൃത്വം നൽകി. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട യുവ കർഷകൻ അലി ഒരുപാട് അധ്വാനിച്ച് ഈ രീതിയിൽ ഒരു വലിയൊരു വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചാനൽ വളാഞ്ചേരി. Kavita Gold and Diamonds, the versatile jewelry.